ഡാ ഗിരിയെ നിനക്കറിയില്ല, ഇന്നേ വരെ അവന്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ കേസും കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാ. ഒന്ന് പോയെ, തൃശ്ശൂർ ഇന്ന് ചെറിയ ഇട്ടാവട്ടൊന്നുമല്ലാണ് ഉണ്ടാകിയ മനസ്സിലായില്ലേ? 12 ഫ്ലൈറ്റിന് പറക്കൊന്നു പോയില്ലേ? ദുബായിലേക്ക് ആയാലും എങ്ങോട്ടാണെങ്കിലും തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി കിടക്കണ്ടേ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാൻ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പുതിയ സെലക്ഷൻ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയല്ല, കൊല്ലം ഇപ്രാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും വെച്ചാൽ നമ്മളെ ആ ഒരു ഓൾറെഡി നമ്മുടെ നല്ലൊരു പാക്ക് എടുക്കേണ്ട ഏതാണെന്ന് ജസ്റ്റ് ഞാൻ നമ്മുടെ ഫസ്റ്റ് ചാനൽ റിയൽ സെഞ്ചുവിന് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണുക, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇന്നലെ വന്ന പോഡ്വേയിൽ ഒരു നല്ല കിടിലൻ കാർഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കോട്ടിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. അതുപോലെ തന്നെ മച്ചാമാർ ഇന്നലത്തെ അപ്ഡേറ്റിന് ശേഷം വിക്ടർ ഭയ്യ, അതുപോലെ നമ്മുടെ ഓവൻ, ഇപ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റിൽ വന്ന അത്യാവശ്യം പ്ലേയേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പവർ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വിക്ടർ ഭയ്യൊക്കെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വിക്ടർ ഭയ്യൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രോപ്പ് പേനൊക്കെ ഇതുവരെ അടിക്കാത്ത, എനിക്കിതുവരെ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റേ കൊനാറ്റി ആക്കില്ല, അതൊക്കെ 4-4 അടിച്ചു. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വെച്ചാൽ അപ്പോൾ നല്ലൊരു കിടലിന് അക്കൗണ്ടാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാൻ കഴിച്ചു. അപ്പോൾ വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ പൈറസ് ഉണ്ട്, ഡേവിഡ് വില്ലി ഉണ്ട്, എംബാപ്പെ ഉണ്ട്, നെയ്മർ, മെസ്സി, ബെല്ലിംഗം, അതുപോലെ തന്നെ നമ്മുടെ ടോണി ആഡംസും വാൻഡിജിക്കുമാണ് നമ്മുടെ ഓപ്പോണൻ്റ് ഡിഫൻഡേഴ്സ്. അപ്പോൾ എന്തായാലും മച്ചാമാർ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആട്ടോ. നമ്മൾ വാൻഡി വന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ പാക്കിൽ വല്ല ഹാളൻ്റെ ഒരു നൈസ് കംബാക്ക് ഗോൾ ഉണ്ട് നമ്മുടെ ഓപ്പോണ്ട്, അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം മച്ചാമാർ. അപ്പോൾ സുവാരസ് ടു നമ്മുടെ സ്കോട്ട് ഗൈസ്, ഇതാട്ടോ നമ്മുടെ പുതിയ ആള്. കാർലോസ് ടു ഗ്രീസ്മൻ ടു മച്ചാമാരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പ്രോ ആയിട്ട് കളിച്ചായിരുന്നു ഡിവിഷൻ മാച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, കഫു, പിന്നെ ബെല്ലിംഗം ടു ബെക്കാം ടു നമ്മുടെ സുവാരസ്, ബെല്ലിംഗം. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വന്നവരുണ്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മച്ചാമാരെ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. ബെക്കംബർ എടുത്തു, ബെക്കംബർ ടു നെയ്മർ ടു പൈറസ്, റോബർട്ടോ പൈറസ്. എടാ ചാർജ് ചെയ്താണ്. ഇന്നലെ നമ്മൾ ലൈവ് വന്നായിരുന്നു കേട്ടോ നമ്മുടെ റിയൽ സെഞ്ചു ചാനലിൽ. ഓക്കെ, കഫു ടു ബെക്കാം പോയില്ല ഗൈസ്. നെയ്മർ വീണ്ടും എടുത്തു, ആഡംസ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല കിടലിന് ഷോട്ട് കിട്ടിയിട്ടുണ്ട്. സുവാരസ്, ബെക്കംബർ ഇല്ല കാല് വെച്ചിട്ടില്ല, കിട്ടിയിട്ടുണ്ട് വെച്ചാൽ. ബെല്ലിംഗം ടു സുവാരസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഗോൾ അങ്ങനെ അടിച്ചിട്ടുണ്ട് നമ്മുടെ സുവാരസ്. MSB നമ്മുടെ ബെല്ലിംഗം ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നെയ്മറിനെ കുറേ ആയി ശരിക്കും ഇറക്കിയിട്ട്. പക്ഷേ മച്ചാമാരെ ഓപ്പോണിൻ്റെ കയ്യിലും ഞാനൊരു സിംഗിൾ ഫ്രെയിം കാണിച്ചു തരാം നമ്മുടെ. അതെന്തുകൊണ്ടെന്ന് അറിയില്ല, ഇവർ 3 കൂടെ ഒരു കറക്റ്റ് ഫ്രെയിമിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, അങ്ങനെ ഒരു ഫ്രെയിം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കിട്ടി ബെല്ലിംഗം ഗൈസ്. ഇവരുടെ ഒരു കംബാക്ക് ഗോൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ വിചാരിച്ചില്ല സ്കോട്ടിൽ ഇത്രയും പെർഫോമൻസ് ഉണ്ടെന്ന് ഗൈസ്. അപ്പോൾ സ്കോട്ടോ നിങ്ങൾക്ക് ആരും കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മുടെ പോഡ്വേയിൽ. കാരണം ഇതിനകത്തൊരു എന്താ പറയുക, ഞാനൊരു ലോങ് പ്രസ് അടിക്കും കഴിച്ചു. ആ ഒരു ഷോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്കോട്ട് അത്യാവശ്യം തന്നിട്ട് അപ്പോൾ കളിക്കുന്നുണ്ട്. സുവാരസ് ടു നമ്മുടെ മെസ്സിയിലേക്ക് കഴിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. മെസ്സി ടു ഓക്കെ, കിട്ടിയില്ലടാ. ഇവരുടെ ഗോളി കസിലിയസ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ മാച്ചിലൊക്കെ കളിക്കുമ്പോൾ കൂടുതൽ ഓപ്പോണിൻ്റെ കയ്യിൽ ബെസ്റ്റ് ടൈമിലുണ്ടായിരുന്ന കസിലിയസ് ആണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഗോളിയൊക്കെ ആരാണ്. ഞാനിപ്പോഴും നമ്മുടെ മാനുണിയർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒബ്ലാക്കിനെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വെച്ചാൽ നോക്കാം. ലൂയിസ് സുവാരസിലേക്ക് പോകുന്നുണ്ട്. ലൂയിസ് സുവാരസ് ടു നമ്മുടെ നെയ്മർ. ഓക്കെ, ഡേവിഡ് വില്ല, പൈറസ്, ടോണി ആഡംസ്, ഡേവിഡ് ബെക്കാമിന് കിട്ടിയില്ല. സ്കോട്ട് ഇവിടെ ഉണ്ട്. നെയ്മർ, ഓക്കെ, ടോണി ആഡംസ്, സുവാരസ് ടു ഗ്രീസ്മൻ ടു ബെല്ലിംഗം ടു റോബർട്ടോ കാർലോസ് ടു സുവാരസ് ഗൈസ്. ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താ വരുന്ന സംഭവം? എടാ വാൻഡേജൊക്കെ തട്ടിക്കളഞ്ഞല്ലേ ഗൈസ്. പോസ്റ്റ് അത് സ്ക്രിപ്റ്റിംഗ് അല്ലേ. ഈ പോസ്റ്റ് തട്ടിയിട്ട് എത്ര പ്രാവശ്യം എന്നറിയാം നമ്മുടെ ചാൻസ് മുടങ്ങുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബെല്ലിംഗം ടു വാൻഡിജിക്കിലേക്ക് പോയി. സ്കോട്ട് വരുന്നുണ്ട് ഗൈസ്. ഫസ്റ്റ് ഇംപ്രഷൻ കേട്ടോ നമ്മുടെ സ്കോട്ടിൻ്റെ ഗൈസ്. ഇവിടെ തൊട്ടാണ് സ്കോട്ടിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ മനസ്സിലാക്കി. നോക്കിയോ, സ്കോട്ട് കയറിപ്പോണം. നമ്മുടെ ഹാളൻ്റെ പോലെയാണ്. 3 പേരെയൊക്കെ വെട്ടിച്ചിട്ട് ഗൈസ്. എൻ്റെ പൊന്നെ. പക്ഷെ ഷോട്ട് കുറച്ച് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഗോൾ കയറി തന്നെ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് സ്കോട്ടിനെ എത്തിച്ചിട്ട് പക്ഷേ നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇനിയിപ്പം നമ്മുടെ അപ്ഡേറ്റ് ഒന്ന് ഇറങ്ങിയത് കൊണ്ടാണെന്ന് അറിയില്ല, മിക്കവാറും എനിക്ക് തോന്നുന്നത്. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആര് കിട്ടും. ഞാൻ പിന്നെ ബെല്ലിംഗത്തിനെ കൊണ്ട് ഷോട്ട് അടിച്ചു അത്യാവശ്യം ഗൈസ്. ഇന്നലെ
കുറച്ച് സ്ക്രിപ്റ്റിങ് കാര്യങ്ങളും കുറഞ്ഞെങ്കിലും അപ്ഡേറ്റിന് ശേഷം കോ മാച്ചിന് കുറച്ച് പ്രശ്നമുണ്ട്. അത് അവർ തന്നെ പറഞ്ഞായിരുന്നു, ഒഫീഷ്യലായിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കളിച്ചപ്പോഴും ലൈവിൽ വന്നപ്പോഴും റിയൽ സെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ലൈവ് വന്നായിരുന്നു വെച്ചാൽ വരെ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് കമീൽ എന്ന് പറഞ്ഞൊരു ഓപ്പോണൻ്റാണ് നമ്മുടെ വന്നത്. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 4 ഷോട്ടുകൾ അടിച്ചു, ഓപ്പോണൻ്റ് 1 ഷോട്ടേ അടിച്ചിട്ടുള്ളൂ. എന്തായാലും ഒരു കംബാക്ക് ഗോൾ വരുന്നുണ്ട്. അതാണ് എനിക്ക് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അവിടെ നിന്ന് ഇത്ര പെട്ടെന്നൊരു ഗോൾ വരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണും, ഞാൻ ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും കിടിലൻ കംബാക്ക് കാണാം. പിന്നെ അതുപോലെ വെച്ചാൽ എന്തായാലും എന്താ പറയുക, ഓൾറെഡി നമ്മുടെ ഇനിയിപ്പം അടുത്ത ആഴ്ചയൊക്കെ 12-ാം തീയതി ആകുമ്പത്തേനെ നമുക്ക് ഏകദേശം ഗോളിൻ്റെ ഇത് കിട്ടുള്ളൂ. കഫു ടു ഡേവിഡ് ബെക്കാം ടു മെസ്സിയിലേക്ക് പോയില്ല, കാർലോസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന RB LB ഒക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, പൈറസ്. അതുപോലെ എനിക്ക് തോന്നുന്നു മച്ചാമാരെ ഇതുവരെ നമ്മുടെ ഡെയിലി ഗെയിമിൽ എപ്പിക്ക് കിട്ടാത്തൊരു സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അടിക്കും. അപ്പം നിങ്ങൾ കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തായാലും മച്ചാമാരെ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ലൂയിസ് സുവാരസ് ടു നമ്മുടെ സുവാരസ് ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. സുവാരസ് അത് ഇവൻ അവിടെ കേട്ടോ ഗൈസ്, ആ ഫ്രെയിം കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ, കറക്റ്റ് നെയ്മർ അവിടെ ഒന്ന് നമ്മുടെ പുള്ളിങ്കോ നെയ്മറിൻ്റെ ആ ഒരു കാർഡ് ഉണ്ടായിരുന്നില്ലേ മച്ചാമാരെ. അപ്പോൾ സുവാരസ് ടു ബെല്ലിംഗം ഗൈസ്. അപ്പോൾ ബെക്കാമിലേക്ക് പോയിട്ടുണ്ട്, ബെക്കാം ടു ബെക്കംബർ ഗൈസ്. അപ്പോൾ നോക്കാം, ഡേവിഡ് ബെക്കാം കിട്ടിയില്ല, ബെല്ലിംഗം, നെയ്മർ, മെസ്സി, പൈറസ്, റോബർട്ടോ കാർലോസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ടോണി ആഡംസ് ടു നമ്മുടെ ബെക്കാം ടു സുവാരസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ബെക്കാമിന്. എൻ്റെ പൊന്ന് ഗൈസ്, നല്ലൊരു ചാൻസ് ആയിരുന്നു അല്ലേ. ഞാൻ അടിച്ച് വെറുതെ ആവശ്യമില്ലാണ്ട് ത്രൂ പാസ് കൊടുത്തു. ശരിക്കും ഒറ്റ ഷോട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഞാനത് വെറുതെ വെച്ച് കൊടുത്തതാണ് അച്ഛന്മാരെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, നമ്മുടെ സ്പോട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ പോർട്ട്വേൽ ആരെ കിട്ടി കമൻറ്റ് ചെയ്യുക. കുറേ പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക് ഓൾറെഡി പോർട്ട്വേൽ. അതുപോലെ ഗൈസ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഓൾറെഡി ഓവൻ്റെ കയ്യിലും ഉണ്ട് ഈ ഓവൻ്റെ ഒരു കാർഡ്. അപ്പോൾ ടെന്നീസിലൂടെ കാർഡ് ഉണ്ട് കേട്ടോ, ഞാൻ ഓൾറെഡി പറയാൻ വിട്ടു. ഞാനിപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ സൂപ്പർ സബ്ബായിട്ട് ഞാൻ ഓവനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ കൂടിയാണ് ഓവൻ്റെയും. കാരണം ഓൾറെഡി ഇന്നലത്തെ അപ്ഡേറ്റിന് ശേഷം എന്താ പറയുക, ഓവനൊക്കെ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ബാറ്റിക്കായാലും വന്നിട്ടുണ്ട്. അത് ഗൈസ് എന്താ പറയുക, കുറേ പേർക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. എന്താ പറയുക, നമ്മുടെ പ്ലെയർ പ്രോഗ്രഷൻ ആയാലും പിന്നെ നമ്മുടെ ബൂസ്റ്റർ യൂസ് ചെയ്യുന്നൊക്കെ ആയാലും നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ബാറ്റിസ്റ്റോട്ടേക്കൊക്കെ ആ ഒരു പവർ കിട്ടുന്നുള്ളൂ. അതാണ് ഞാൻ എൻ്റെ സുവാരസിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ്സ്ക്രൈബറോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കോർണറൊക്കെ സെറ്റാക്കാം. അതുപോലെ തന്നെ വെച്ചാൽ എന്തായാലും അപ്പോൾ സുവാരസിനെ നിങ്ങൾ നോക്കി ചെയ്യാം കേട്ടോ. ഇക്കർക്കാസിലേസ് പിടിച്ചിട്ടുണ്ട് വെച്ചാൽ എന്തായാലും ഞാൻ സുവാരസിൻ്റെ വേണേൽ കാണിക്കാട്ടോ, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി വെച്ചാൽ. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ടൈം മെസ്സി അത്യാവശ്യം നല്ലോണം കളിക്കുന്നൊരു കാർഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രഷൻ നമ്മൾക്ക് മച്ചാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും കാണിക്കാട്ടോ ബ്രോ. അപ്പം ഗൈസ് ബെല്ലിംഗം ടു നമ്മുടെ മറഡോണ ഗൈസ്. ഇതായിരുന്നു ആ ഒരു ഹാളൻ്റെ ഗോൾ. ഞാനിത് വിചാരിച്ചു പോയില്ല 66-ാം മിനിറ്റിൽ ഉമ്മാരെ അടിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് കറക്റ്റായിട്ട് അവിടെ പൊട്ടി. അപ്പോൾ അവന്മാർ എന്തായാലും വെൽക്കം ടു ഓൾഡ് ട്രഫോർഡാന്ന് തോന്നുന്നു മച്ചാമാർ. എന്തായാലും സംഭവം നൈസായിരുന്നു, അടിപൊളി ഒരു ഗോളുമായിട്ടാണ്, കംബാക്ക് ഗോളുമായിട്ടാണ് ഹാളൻ്റെ എന്തായാലും വന്നത്. അത് അവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ, മറഡോണൻ്റെ ആ ഒരു പാസ് അവിടെ. അപ്പോൾ ഗൈസ് നമ്മുടെ മൈക്ലോവൻ ഇറങ്ങിയിട്ടുണ്ട്. ബെല്ലിംഗം ടു ലേണൽ മെസ്സി ടു മൈക്ലോവൻ. മച്ചാപ്പനാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു എന്താ പറയുക, മൈക്ലോവൻ്റെ കാർഡിന് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഉണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫോർമേഷൻ മാറ്റി കഴിഞ്ഞപ്പോൾ ആ ഒരു ഇത് കിട്ടിയില്ല, നമുക്ക് കളിച്ചതിൻ്റെ ഒരു ഇത് കിട്ടിയില്ല. പിന്നെ ഫസ്റ്റ് മാച്ച് തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഓൾറെഡി നമ്മൾ റൊണാൾഡോയും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓൾറെഡി ഇന്നലെ കിട്ടിയ കാർഡല്ല, ഓൾറെഡി കഴിഞ്ഞ കൊല്ലത്തെ നാഷണൽ കാർഡാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ റോബർട്ടോ കാർലോസ് സക്കയൊക്കെ ഉണ്ട്. ബെക്കാം കിട്ടിയില്ല. എടുത്തിട്ടുണ്ട് നമ്മുടെ സ്കോട്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസിലുള്ളൊരു കാർഡുണ്ട് സ്കോട്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് അത്ര പോകുന്ന കാർഡല്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ബെക്കാം ടു കഫു ടു നമ്മുടെ മെസ്സി ടു ഡേവിഡ് ബെക്കാം. ഗൈസ് അപ്പോൾ എന്തായാലും നോക്കാം റൊണാൾഡോ. അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, ഈ സ്കോട്ടും ഏകദേശം അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ വെച്ചാൽ ഇപ്പം പണി കിട്ടിയത് അത് നമ്മുടെ ഹാളൻഡ് അത്യാവശ്യം നന്നായിട്ട് വലിച്ചടിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഗോളൊക്കെ വന്നേനെ. അപ്പോൾ റോബർട്ടോ കാർലോസ് തന്നെയാണ് അവന്മാരെ നിന്ന് അടിക്കുന്നത്. നമുക്ക് നോക്കാം. എൻ്റെ പൊന്ന് കഴിച്ച് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. റൊണാൾഡോ ഹെഡ് ചെയ്താണ് കറക്റ്റ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. മച്ചാമ്പര് എന്തായാലും എന്താ പറയുക, ആ ഒരു സ്റ്റേഡിയം അപ്ഡേറ്റിന് ശേഷം ചെറിയ രീതിയിൽ ഗ്രില്ലൊക്കെ ശ്രദ്ധിച്ചവരുടെ കമൻറ്റ് ചെയ്യാട്ടോ. ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 60 FPS ഇടുന്നവർക്കാണെന്ന് തോന്നുന്നു.
കറക്റ്റ്. എടാ റൊണാൾഡോൻ്റെ ഒരു കാർഡ് ഗൈസ്. ഈ ഒരു ഞാനിത് സത്യം പറഞ്ഞ ബ്ലാക്കിന് കൊടുക്കുകയാണ് 100%. കാരണം ഇത് ഗോളി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പണിയാൻ നല്ല രീതിക്ക് പണിയാൻ കിട്ടിയാണ്. പക്ഷേ അവർ ഈ ഒരു കിഡില് സേവ് കിട്ടും. ഞാൻ പ്രതീക്ഷിച്ചില്ല റൊണാൾഡോൻ്റെ ആ ഒരു ഷോട്ട് നമ്മുടെ ഗോളി പിടിക്കുന്നു. അപ്പോൾ മച്ചാൻ ഞാൻ ഓൾറെഡി സ്നൈഡറിനെയും നമ്മുടെ മറഡോണേനെയും ഞാൻ ഓൾറെഡി സബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഡെനിസ് ലോൺ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ നടന്നില്ല ഗൈസ്. ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു നമ്മുടെ ഓവൻ്റെ. അപ്പോൾ എന്തായാലും ഗൈസ് സ്കോട്ടൊന്നും പറയാനില്ല, നല്ലൊരു കാർഡ് തന്നെയാണ് ഈ ഒരു പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ സാബി ടു സ്നൈഡർ വെട്ടിച്ചിട്ടുണ്ട്. സ്നൈഡർ ടു ബെല്ലിംഗം ടു ബെക്കാം ടു നമ്മുടെ മറഡോണ. ഗൈസ് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ബിഗ് ടൈം മെസ്സി അവിടെ ഫ്രീ ആയിരുന്നു. പക്ഷേ ഞാനിത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത സമയത്തുള്ള വീഡിയോ ആയിപ്പോയില്ല വെച്ചാൽ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ടൈം കളയുണ്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ സക്ക ഗൈസ് ഞാൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കവാനിയൊക്കെ ഉള്ള ഒരു കമൻറ്റ് ചെയ്യണം. കവാനിയൊക്കെ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ ടീമിൽ കാണുന്നില്ല. എന്തായാലും എൻ്റെ ഇത് കട്ടായിപ്പോയി. കുറച്ച് 2 നല്ല കാർഡുകൾ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നാണ് സ്നൈഡറും എനിക്ക് തോന്നുന്നു അത്യാവശ്യം അപ്ഡേറ്റിന് ശേഷം അത്യാവശ്യം സംഭവം കാർഡിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും സ്നൈഡറൊക്കെ ഉള്ളവർ ഇറക്കുക. പിന്നെ നമുക്കറിയാം തിങ്കളാഴ്ച നമ്മുടെ ഇനീസ്റ്റേയും വാൻഡേവാട്ടും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറക്കണം ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കാം. ഹാളൻഡ് സൈഡിൽ കൂടെ പോയി വെച്ചാൽ മതി. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ മാച്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു അടിപൊളി മാച്ചായിരുന്നു. എന്തായാലും 2 പേരും ജയിച്ചില്ല. 2 പേരും പകുതിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും പ്രൊമോട്ടാവും. കാരണം ഡിവിഷൻ പ്രൊമോട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. നമ്മൾ റീൽസെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ലൈവ് ഡെയിലി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ വെച്ചാൽ നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ ഉടനെ തന്നെ ലൈവ് ഇടാം. ഞാൻ ഓൾറെഡി ആപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.